എന്തും തരും ഈ ഒറ്റവരി ശിവമന്ത്രങ്ങൾ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും, സാമ്പത്തിക തടസ്സങ്ങളും, രോഗദുരിതങ്ങളും മറ്റെല്ലാ ദുഃഖങ്ങളും മാറുന്നതിന് നിത്യവും ജപിക്കാവുന്ന ഒറ്റവരി ശിവമന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നമുക്കെല്ലാവർക്കും അറിയാം, ഓം നമഃശിവായ. നിത്യവും 10 തവണ ഓം നമഃശിവായ ജപിച്ചാൽ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ് മഹത്തായ ശിവപഞ്ചാക്ഷരി മന്ത്രം. ഓം നമഃശിവായ എന്ന മന്ത്രത്തിലെ ന, മ, ശി, വ, യ എന്നീ 5 അക്ഷരങ്ങൾ ഭൂമി, ജലം, തീ, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പരമശിവന്റെ മൂലമന്ത്രമാണ് ഓം നമഃശിവായ, ശിവ പഞ്ചാക്ഷരി മന്ത്രം. ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. നിത്യവും 10 തവണയെങ്കിലും ഓം നമഃശിവായ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും. വ്യത്യസ്ത ആഗ്രഹ പൂർത്തീകരണത്തിനായി ഈ ശിവ പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം മറ്റ് ബീജാക്ഷരങ്ങൾ ചേർത്ത് വ്യത്യസ്ത മന്ത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിലാദ്യത്തേത് ഹ്രീം എന്ന പഞ്ചാക്ഷരി മന്ത്രം ചേർത്ത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമുണ്ട്. ആ മന്ത്രമാണ് ഹ്രീം നമഃശിവായ. ജീവിതത്തിലെ സകല ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനും ഈ മന്ത്രം നിത്യവും ജപിക്കാം. അടുത്തത് ശിവഭഗവാന്റെ പ്രീതിക്കായി ജപിക്കുന്ന പഞ്ചാക്ഷരി മന്ത്രഭേദങ്ങളിൽ ഒന്നായ മായാ പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. മായാ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ സമ്പത്ത്, മനസമാധാനം, ആത്മവിശ്വാസം, ജീവിതത്തിൽ പുരോഗതി എന്നിവ കൈവരിക്കാൻ സാധിക്കും. കടബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും ഈ മന്ത്രം നിത്യവും ജപിക്കാം. യും എന്ന ബീജാക്ഷരം ചേർന്നാണ് മായാ പഞ്ചാക്ഷരി മന്ത്രം ഉണ്ടായിരിക്കുന്നത്. മന്ത്രം ഇതാണ്: യും നമഃശിവായ. നിത്യവും ജപിക്കാം മായാ പഞ്ചാക്ഷരി മന്ത്രം. അടുത്തത് ശ്രീ പഞ്ചാക്ഷരി മന്ത്രം. ശ്രീ എന്ന ബീജാക്ഷരം ചേർന്നതാണ് ശ്രീ നമഃശിവായ. ശ്രീ പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിച്ചാൽ ഗൃഹത്തിൽ ഐശ്വര്യവും കുടുംബത്തിൽ ഐക്യവും സമൃദ്ധിയും വന്നു ചേരും. അടുത്തത് മദന പഞ്ചാക്ഷരി മന്ത്രം. ക്ലീം എന്ന ബീജാക്ഷരം ചേർന്നതാണ് ക്ലീം നമഃശിവായ. മദന പഞ്ചാക്ഷരി മന്ത്രം വശ്യശക്തി, ദാമ്പത്യ ഭദ്രതയ്ക്കായി നിത്യവും ജപിക്കാവുന്നതാണ്. അടുത്തത് വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം. ഐം എന്ന ബീജാക്ഷരം ചേർന്നതാണ് വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം. ഐം നമഃശിവായ. വിദ്യാപുരോഗതിയും തൊഴിൽ ലബ്ധിക്കുമെല്ലാം ഈ മന്ത്രം നിത്യവും ജപിക്കാം. അടുത്തത് മുക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് രം നമഃശിവായ. രം എന്ന ബീജാക്ഷരം ചേർന്നതാണ് മുക്തി പഞ്ചാക്ഷരി മന്ത്രം. രം നമഃശിവായ. ആരോഗ്യവും രോഗമുക്തിയും നൽകുന്ന മന്ത്രമാണ് രം നമഃശിവായ. സകല രോഗങ്ങളിൽ നിന്നും മുക്തരാകാൻ രം നമഃശിവായ എന്ന മന്ത്രം നിത്യവും ജപിക്കാം. ഈ മന്ത്രങ്ങളെല്ലാം ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ദിവസേന 21 തവണയോ അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ്. 21 തവണയെങ്കിലും ജപിക്കുക. പൂർണ്ണ ഭക്തിയോടും ശരീര മനസ്സ് ശുദ്ധിയോടും കൂടി ഈ മന്ത്രങ്ങൾ ജപിക്കുക. ഈ മന്ത്രങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ജപിക്കേണ്ടതില്ല. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മന്ത്രം തിരഞ്ഞെടുത്ത് അത് നിത്യവും ജപിക്കുക. തുടർച്ചയായി 21 ദിവസം ജപിക്കുമ്പോൾ തന്നെ അതിന് ഫലമുണ്ടാകുന്നതാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.